ഗൾഫിലെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ നിന്ന് 10 വർഷത്തിന് ശേഷം വിവേക് നാട്ടിലെത്തുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പണമുണ്ടാക്കാൻ വേണ്ടി ഓടിയ ഓട്ടത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോയ തൻ്റെ യൗവനം തിരിച്ചു പിടിക്കണമെന്നായിരുന്നില്ല അവൻ്റെ ആഗ്രഹം. മറിച്ച് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പെൺകുട്ടിക്ക് തണലാവണമെന്നതായിരുന്നു. വീട്ടുകാർ കൊണ്ടുവന്ന ആലോചനകളെല്ലാം വേണ്ടെന്ന് വെച്ച് അവൻ അനാഥാലയത്തിൽ നിന്ന് രമ്യയെ തിരഞ്ഞെടുത്തപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. പക്ഷേ രമ്യയുടെ നിഷ്കളങ്കമായ മുഖവും ആ കണ്ണുകളിലെ ആഴമേറിയ നിശബ്ദതയും വിവേകിനെ വല്ലാതെ ആകർഷിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയ ആദ്യ ദിവസങ്ങളിൽ വിവേക് ഒരു സ്വപ്നലോകത്തായിരുന്നു. രമ്യ ഒരു മികച്ച വീട്ടമ്മയായിരുന്നു. വിവേകിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കാര്യങ്ങൾ നോക്കുന്നതിലും വീട് പരിപാലിക്കുന്നതിലും അവൾ അസാമാന്യമായ മിടുക്ക് കാണിച്ചു. പക്ഷേ രാത്രിയുടെ നിശബ്ദത അവരുടെ മുറിയിലേക്ക് പടരുമ്പോൾ രമ്യയുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ പ്രകടമായി. മുറിയിലെ ലൈറ്റ് അണയുമ്പോൾ അവൾ ഒരുതരം വിറയലോടെ കട്ടിലിൻ്റെ ഒരു മൂലയിലേക്ക് ചുരുണ്ടുകൂടും. വിവേക് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ മറുപടികൾ വെറും മൂളലുകളിൽ ഒതുക്കി. ഒരു രാത്രി ജനാലയിലൂടെ അരിച്ചെത്തിയ നിലാവെളിച്ചത്തിൽ വിവേക് അവളെ അരികിലേക്ക് ചേർത്തു പിടിക്കാൻ ശ്രമിച്ചു. അവൻ്റെ കൈകൾ അവളുടെ തോളിൽ സ്പർശിച്ചതും കറണ്ടേറ്റതുപോലെ രമ്യ ഞെട്ടിപ്പടഞ്ഞെഴുന്നേറ്റു. അവളുടെ ശ്വാസം വേഗത്തിലായി. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. രമ്യേ, എന്താ പറ്റിയത്? നിനക്ക് വയ്യേ? വിവേക് ആകുലതയോടെ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. ഇരുട്ടിൽ അവളുടെ കണ്ണുകൾ ഭയം കൊണ്ട് വികസിച്ചിരിക്കുന്നത് അവൻ കണ്ടു. വിവേക് പതുക്കെ ബെഡ്ലൈറ്റ് തെളിച്ചു. രമ്യ എപ്പോഴും കിതയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. നീ എന്തിനാണ് എന്നെ പേടിക്കുന്നത്? ഞാൻ നിന്റെ ഭർത്താവല്ലേ രമ്യേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. നീ എന്നിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കിടയിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? വിവേകിൻ്റെ ശബ്ദത്തിൽ ചെറിയൊരു വിഷമം കലർന്നിരുന്നു. രമ്യ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുപോയി. വിവേകിൻ്റെ കാൽക്കലേക്ക് അവൾ ഊർന്നിറങ്ങി. വിവേകേട്ടാ, എന്നോട് ക്ഷമിക്കണം. എനിക്കിതിന് പറ്റുന്നില്ല. എന്നെ ഒന്ന് തൊടുമ്പോൾ എൻ്റെ ശ്വാസം മുട്ടുകയാണ്. ഏട്ടൻ്റെ സ്നേഹം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ അടുപ്പം അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വിവേക് പകച്ചുപോയി. അവൻ അവളെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവളവനെ തടഞ്ഞു. വേണ്ട, ഏട്ടൻ എന്നെ തുടരുത്. എൻ്റെ ഉള്ളിൽ വലിയൊരു ഭയമുണ്ട്. അത് ഏട്ടനോടുള്ളതല്ല, മറിച്ച് ഈ സാഹചര്യത്തോടുള്ളതാണ്. വിവേക് ദീർഘമായി ശ്വാസമെടുത്ത് അവൾക്ക് കുറച്ച് വെള്ളം നൽകി. രമ്യേ, നീ ശാന്തയാക്. നിന്റെ ഉള്ളിൽ എന്താ ഒരു വലിയ ഭാരം നീ കൊണ്ടു നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെന്നോട് പറയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്താണത്? രമ്യ കണ്ണുകൾ തുടച്ചു. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അനാഥാലയത്തിൽ എത്തുന്നതിന് മുൻപ് എനിക്കൊരു വീടുണ്ടായിരുന്നു. അച്ഛനും അമ്മയുള്ളൊരു വീട്. പക്ഷെ എനിക്ക് 7 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു. അതിനുശേഷം എന്നെ സംരക്ഷിക്കേണ്ട എൻ്റെ അച്ഛൻ, അദ്ദേഹം ഒരു മൃഗമായി മാറി. കുഞ്ഞുനാളിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നത് സ്വന്തം അച്ഛൻ്റെ ക്രൂരതകളാണ്. സ്നേഹിക്കേണ്ട കൈകൾ എന്നെ മുറിവേൽപ്പിച്ചു. പുരുഷന്റെ സ്പർശനമെന്ന് പറഞ്ഞാൽ വേദനയും ഭയവുമാണെന്ന് എൻ്റെ ഉള്ളിൽ ആഴ്ന്നിറങ്ങിപ്പോയി. ഏട്ടൻ എന്നെ സ്പർശിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ആ കറുത്ത ദിനങ്ങളെയാണ്. എനിക്ക് മാറാൻ കഴിയുന്നില്ല ഏട്ടാ. അവൾ ഏങ്ങി കരഞ്ഞുകൊണ്ട് തുടർന്നു. വിവാഹത്തിന് സമ്മതിക്കുമ്പോൾ ഞാൻ കരുതി എനിക്ക് മാറാൻ കഴിയുമെന്ന്. പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. ഏട്ടൻ എന്നെ തിരികെ അനാഥാലയത്തിൽ കൊണ്ടുവിട്ടേക്കൂ. ഏട്ടൻ്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് അവകാശമില്ല. ഞാൻ ഏട്ടൻ ഒരിക്കലും ഒരു ഭാരമാകില്ല. എന്നെ ഉപേക്ഷിച്ചോളൂ. വിവേക് കുറച്ചു നേരം സ്തബ്ധനായിരുന്നു. അവൻ്റെ ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നി. താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി കടന്നുപോയ നരകയാതനകൾ അവനെ തളർത്തി കളഞ്ഞു. അവൻ പതുക്കെ അവളുടെ കൈകൾ തൻ്റെ ഉള്ളം കൈകൾക്കുള്ളിലാക്കി. അവൾ ആദ്യം ഒന്ന് വിറച്ചെങ്കിലും വിവേകിൻ്റെ കണ്ണുകളിലെ ആർദ്രത കണ്ട് പതുക്കെ ശാന്തയായി. രമ്യേ, വിവേക് വളരെ പതുക്കെ സംസാരിച്ചു തുടങ്ങി. നീ എന്തിനാണ് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്? നീ ചെയ്ത തെറ്റല്ലല്ലോ ഇത്. നിന്റെ ജീവിതത്തിൽ നടന്ന ഒരു ദുരന്തമാണ്. അതിന് നീ സ്വയം ശിക്ഷിക്കപ്പെടരുത്. നിന്നെ ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. നിന്റെ മുറിവുകൾക്ക് മരുന്നാകാനാണ്. സ്നേഹം എന്നാൽ വേദനയല്ലെന്നും അത് സുരക്ഷിതത്വമാണെന്നും നിനക്ക് ബോധ്യപ്പെടുന്നത് വരെ ഞാൻ കാത്തിരിക്കും. അതെത്ര മാസമായാലും വർഷമായാലും എനിക്ക് കുഴപ്പമില്ല. നമ്മൾ ഒരുമിച്ച് ഇതിനെ മറികടക്കും. വിവേകിന്റെ വാക്കുകൾ രമ്യയുടെ ഉള്ളിൽ ആശ്വാസത്തിന്റെ ഒരു കുളിർമഴയായി പെയ്തിറങ്ങി. ആദ്യമായി അവൾ അവന്റെ തോളിലേക്ക് തല ചായ്ച്ചു. ആ സ്പർശനത്തിൽ അവൾക്ക് ഭയം തോന്നിയില്ല. മറിച്ച് ഒരു വലിയ കാവൽ മരത്തിന്റെ തണലിൽ നിൽക്കുന്ന സുരക്ഷിതത്വം തോന്നി. വിവേകിന്റെ വാക്കുകൾ രമ്യയുടെ ഉള്ളിൽ
പുതിയൊരു പ്രത്യാശ നൽകിയെങ്കിലും വർഷങ്ങളായി മനസ്സിൽ വേരൂന്നിയ ഭയം അത്ര പെട്ടെന്ന് മായുന്നതായിരുന്നില്ല. ഓരോ രാത്രിയും വിവേക് അവൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിച്ചു. അവൻ അവളിൽ നിന്നും ശാരീരികമായി ഒന്നും ആഗ്രഹിക്കാതെ വെറും ഒരു സുഹൃത്തിനെ പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ അവളെ ചേർത്ത് നിർത്തി. എങ്കിലും തന്റെ ദാമ്പത്യം മറ്റുള്ളവരുടേതുപോലെ സാധാരണമാകാത്തതിൽ രമ്യയ്ക്കുള്ളിൽ വലിയ വിഷമമുണ്ടായിരുന്നു. വിവേക് ഇതൊരു മാനസികമായ ആഘാതമാണെന്ന് തിരിച്ചറിഞ്ഞു. ഇതിന് കൃത്യമായ ഒരു ചികിത്സയോ കൗൺസിലിങ്ങോ ആവശ്യമാണെന്ന് അവൻ ഉറപ്പിച്ചു. ഒരു ദിവസം വൈകുന്നേരം ചായ കുടിക്കുന്നതിനിടയിൽ അവൻ പതുക്കെ ആ വിഷയം അവതരിപ്പിച്ചു. രമ്യേ, നാളെ നമുക്ക് നഗരത്തിലേക്കൊന്ന് പോയാലോ? എനിക്ക് പരിചയമുള്ളൊരു ഡോക്ടറുണ്ട്, ഒരു കൗൺസിലറാണ്. നിന്റെ മനസ്സിലെ ഭയം മാറ്റാൻ അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. രമ്യ ആദ്യം ഒന്ന് ഭയന്നു. തന്റെ ഭൂതകാലം മറ്റൊരാളിനോട് പറയുന്നതിലെ ജാള്യത അവളെ തളർത്തി. വേണോ ഏട്ടാ, എനിക്ക് പേടിയാകുന്നു. ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? വിവേക് അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ആരും ഒന്നും വിചാരിക്കില്ല രമ്യേ. ഇതൊരു അസുഖമല്ല, നിന്റെ മനസ്സിലേറ്റ മുറിവാണ്. അത് ഉണങ്ങാൻ നമുക്ക് സഹായം തേടുന്നതിൽ തെറ്റൊന്നുമില്ല. നിനക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനത് ചോദിക്കുന്നത്. അവന്റെ കണ്ണുകളിലെ സ്നേഹം കണ്ടപ്പോൾ രമ്യയ്ക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം അവർ നഗരത്തിലെ പ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി. ഡോക്ടർ മാലതി അവരെ പുഞ്ചിരിയോടെ സ്വീകരിച്ചു. വിവേക് പുറത്തിരുന്നു. രമ്യ ഡോക്ടറോട് സംസാരിച്ചു. ഏകദേശം 2 മണിക്കൂർ നീണ്ട സംസാരത്തിനൊടുവിൽ രമ്യ പുറത്തിറങ്ങുമ്പോൾ അവളുടെ മുഖത്തൊരു ചെറിയ ആശ്വാസം വിവേക് കണ്ടു. തുടർന്നുള്ള ആഴ്ചകളിൽ അവർ കൃത്യമായ കൗൺസിലിങ്ങിന് പോയി. ഡോക്ടർ മാലതി രമ്യയെ പഠിപ്പിച്ചത് തന്റെ ഭൂതകാലം തന്നെ തെറ്റല്ലെന്നും അത് തന്നെ വേട്ടയാടാൻ തന്നെ അനുവദിക്കരുതെന്നുമാണ്. വിവേകിനോടും ഡോക്ടർ സംസാരിച്ചു. വിവേക്, രമ്യയ്ക്ക് വേണ്ടത് നിങ്ങളുടെ ക്ഷമയാണ്. അവളെ നിർബന്ധിക്കരുത്. സ്നേഹത്തിലൂടെയും കരുതലിലൂടെയും മാത്രമേ ആ ഭയം മാറാൻ കഴിയൂ. അവൾക്ക് നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കുക. വിവേക് അത് അക്ഷരം പ്രതി പാലിച്ചു. അവൻ അവൾക്കായി ചെറിയ സമ്മാനങ്ങൾ വാങ്ങി അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. രാത്രികളിൽ അവർ ഒരുപാട് സംസാരിച്ചു. സിനിമകളെക്കുറിച്ച്, പാട്ടുകളെക്കുറിച്ച്, തന്റെ ഗൾഫ് ജീവിതത്തെക്കുറിച്ച്. വിവേക് വാതോരാതെ സംസാരിക്കും. രമ്യ പതുക്കെ ചിരിക്കാൻ തുടങ്ങി. അവളുടെ ഉള്ളിലെ മൗനം സംസാരത്തിന് വഴിമാറി. ഒരു ദിവസം രാത്രി മഴ പെയ്യുകയായിരുന്നു. മുറിയിൽ നേരിയ തണുപ്പുള്ള അന്തരീക്ഷം. വിവേക് കട്ടിലിരുന്നു ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. രമ്യ പതുക്കെ അവന്റെ അരികിലേക്ക് വന്നു. അവൾ അവന്റെ തോളിൽ പതുക്കെ തല ചായ്ച്ചു. വിവേക് പുസ്തകം മാറ്റിവെച്ച് അവളെ നോക്കി. ഏട്ടാ, എനിക്കിപ്പോ പേടി തോന്നുന്നില്ല. ഏട്ടൻ എന്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് വല്ലാത്തൊരു ധൈര്യമാണ്. എന്നെ ഇത്രത്തോളം സ്നേഹിക്കാൻ ഏട്ടൻ എങ്ങനെ കഴിയുന്നു? വിവേക് അവളെ പുണർന്നു. നീ എന്റെ പ്രാണനല്ലേ രമ്യേ. നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. നിന്റെ സന്തോഷമാണ് എനിക്ക് വലുത്. രമ്യ അവന്റെ നെഞ്ചിലെ ചൂടിൽ കണ്ണുകൾ അടച്ചു കിടന്നു. ആ രാത്രി അവൾ ശാന്തമായി ഉറങ്ങി. അവളുടെ സ്വപ്നങ്ങളിൽ പഴയ കറുത്ത നിഴലുകൾ ഉണ്ടായിരുന്നില്ല. പകരം വിവേകിന്റെ ചിരിക്കുന്ന മുഖമായിരുന്നു. അവരുടെ ഇടയിലെ മഞ്ഞുരുകി തുടങ്ങിയിരുന്നു. ശാരീരികമായ അടുപ്പത്തേക്കാൾ വലിയൊരു മാനസിക ഐക്യം അവർക്കിടയിൽ വളർന്നു. വിവേകിന്റെ ക്ഷമയും കൗൺസിലിങ്ങും രമ്യ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. തന്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിക്കില്ലെന്നും ഏത് പ്രതിസന്ധിയിലും തണലായി ഉണ്ടാകുമെന്നുമുള്ള തിരിച്ചറിവ് രമ്യയെ കൂടുതൽ കരുത്തയാക്കി. വിവേകിനോടുള്ള അവളുടെ സ്നേഹം കേവലം നന്ദിയല്ല, മറിച്ച് ആഴമേറിയ പ്രണയമായി മാറി. ആ പ്രണയം അവളുടെ ഉള്ളിലെ എല്ലാ ഭയങ്ങളെയും ചുട്ടരിക്കാൻ പ്രാപ്തമായ ഒന്നായിരുന്നു. കൗൺസിലിങ്ങിന് ശേഷമുള്ള ആഴ്ചയിൽ രമ്യയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. വിവേകിന്റെ സാമീപ്യം ഇപ്പോൾ അവളെ ഭയപ്പെടുത്തുന്നില്ല, മറിച്ച് അവളുടെ ഉള്ളിൽ ചെറിയൊരു വിറയലും ഒപ്പം വല്ലാത്തൊരു ആകാംക്ഷയും നിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു മഴയുള്ള രാത്രിയിൽ ജനാലയ്ക്കൽ തട്ടി വിളിക്കുന്ന കാറ്റും തണുപ്പും ആ മുറിയിലെ അന്തരീക്ഷത്തെ കൂടുതൽ പ്രണയാതുരമാക്കി. വിവേക് മുറിയിലേക്ക് വരുമ്പോൾ രമ്യ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയായിരുന്നു. മങ്ങിയ വെളിച്ചത്തിൽ അവളുടെ ആർദ്രമായ രൂപം കണ്ടപ്പോൾ അവനിൽ പ്രണയം തുളുമ്പി. അവൻ പതുക്കെ അവളുടെ പിന്നിലെത്തി. അവളുടെ തോളുകളിൽ കൈകൾ വെച്ചു. രമ്യ ഒന്ന് ഞെട്ടി. ശരീരം വില്ല് പോലെ മുറുകുന്നത് അവൾ അറിഞ്ഞു. പഴയ ഭയം വീണ്ടും തല പൊക്കുന്നുണ്ടോ എന്ന് അവൻ ശങ്കിച്ചു. രമ്യേ, പേടിയുണ്ടോ? അവൻ അവളുടെ കാതോരം മന്ത്രിച്ചു. അവൾ പതുക്കെ കണ്ണുകൾ അടച്ചു. ഇല്ല ഏട്ടാ, പക്ഷെ എന്തോ ഒരു പരിഭ്രമം. അവൻ അവളുടെ മുടിയകൾ വകഞ്ഞു മാറ്റി കഴുത്തിൽ പതുക്കെ ചുംബിച്ചു. അവന്റെ ചുണ്ടുകളുടെ ചൂടേറ്റപ്പോൾ അവളിൽ ഒരു പുതിയ തരം അനുഭൂതി പടർന്നു. വിവേക് അവളെ പതുക്കെ തിരിച്ചു നിർത്തി. അവളുടെ മുഖം കയ്യിലെടുത്തു. അവന്റെ കണ്ണുകളിൽ കാമത്തേക്കാൾ ഉപരിയായി വലിയൊരു കരുതൽ അവൾ കണ്ടു. അവൻ അവളെ പതുക്കെ കട്ടിലേക്ക് ഇരുത്തി.
വിവേകിന്റെ കൈകൾ അവളുടെ സാരിയുടെ തുമ്പിൽ സ്പർശിച്ചപ്പോൾ രമ്യ അറിയാതെ അവന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. അവളുടെ ശ്വാസം വേഗത്തിലായി. അവൻ പതുക്കെ അവളുടെ വയറിന്റെ ഭാഗത്ത് തലോടിയപ്പോൾ പഴയ ഓർമ്മകൾ ഒരു നിമിഷം അവളുടെ മനസ്സിൽ മിന്നി മറഞ്ഞു. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. ശരീരം വിറച്ചു. രമ്യേ, എന്നെ നോക്ക്, വിവേക് ശാന്തനായി പറഞ്ഞു. ഇത് ഞാനാണ്, നിന്റെ വിവേകേട്ടൻ. നിന്നെ വേദനിപ്പിക്കാനല്ല, നിന്നെ പ്രണയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കിപ്പോൾ നിർത്താം. അവൾ കണ്ണു തുറന്ന് അവന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നി. വേണ്ടേട്ടാ, എനിക്ക് മാറണം, എനിക്ക് ഏട്ടൻ്റേതാവണം. അവൾ പതുക്കെ അവന്റെ കൈകൾ വിട്ടു. വിവേക് അതീവ ജാഗ്രതയോടെ അവളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. അവൻ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി നീക്കം ചെയ്തപ്പോൾ നഗ്നതയുടെ ജാളിതയേക്കാൾ ഉപരിയായി ഒരു പുരുഷന്റെ സ്നേഹപൂർണമായ നോട്ടം ആദ്യമായി അവൾ ആസ്വദിച്ചു. അവന്റെ കൈകൾ അവളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പതുക്കെ സ്പർശിച്ചപ്പോൾ രമ്യ വീണ്ടും ഒന്ന് പിടഞ്ഞു. ഒരു നിമിഷം അവൾ പിന്മാറാൻ ആഞ്ഞതാണ്. പക്ഷേ വിവേക് അവന്റെ നെറ്റിയിലും ചുണ്ടുകളിലും ചുംബിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. അവന്റെ വിരലുകളുടെ ചലനം മനോഹരമായ ഒരു സംഗീതം പോലെ അവളുടെ ശരീരത്തിൽ പടർന്നു. ആദ്യത്തെ ഭയവും വേദനയും പതുക്കെ മാറാൻ തുടങ്ങി. പകരം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സുഖം അവളുടെ നാഡീഞരമ്പുകളിൽ തങ്ങി നിന്നു. ഭയത്തിന്റെ മഞ്ഞുപാളികൾ ഉരുകിത്തീരുകയായിരുന്നു. വിവേകിന്റെ സ്പർശനം ഒരു വേട്ടയാടലല്ലെന്നും അതൊരു മനോഹരമായ ലയനമാണെന്നും അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ ഉള്ളിൽ നിന്നും ഒരു നേർത്ത തേങ്ങൽ ഉയർന്നു. പക്ഷെ അത് സങ്കടത്തിൻ്റെതായിരുന്നില്ല. അവൾ അവനെ മുറുകെ പുണർന്നു. അവന്റെ ഓരോ ചുംബനവും അവളുടെ മുറിവുകൾക്ക് മരുന്നായി മാറി. രാത്രിയുടെ നിശബ്ദതയിൽ മഴയുടെ താളത്തിനൊപ്പം അവർ ഒന്നായി മാറി. വർഷങ്ങളോളം രമ്യയെ തടവിലാക്കിയിരുന്ന ആ കറുത്ത നിഴലുകൾ എന്നേക്കുമായി മാഞ്ഞുപോയി. വിവേകിന്റെ കരുത്തുള്ള കൈകൾക്കിടയിലും അവൾ പൂർണ്ണമായും സുരക്ഷിതയായിരുന്നു. ആ ബന്ധപ്പെടൽ കേവലം ശാരീരികമായിരുന്നില്ല, മറിച്ചൊരു പെൺകുട്ടിയുടെ ആത്മവിശ്വാസത്തിന്റെ വീണ്ടെടുപ്പും രണ്ട് മനസ്സുകളുടെ ശാശ്വതമായ കൂടിച്ചേരലുമായിരുന്നു. നേരം വെളുക്കുമ്പോൾ വിവേകിന്റെ നെഞ്ചിൽ തല ചായ്ച്ചു കിടക്കുമ്പോൾ രമ്യയുടെ മുഖത്ത് ഒരു പ്രത്യേകമായ തിളക്കമുണ്ടായിരുന്നു. അവൾ വിവേകിനെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഒരു വലിയ യുദ്ധം ജയിച്ചവളുടെ ആത്മവിശ്വാസമുണ്ടായിരുന്നു. അവസാനിച്ചു.